العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العزيز العليم. ആദരണീയരായ സയ്യിദന്മാരെ, പണ്ഡിത നേതാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നല്ലവരുടെ സദസ്സായി നമ്മെ സ്വീകരിക്കട്ടെ. 3 പതിറ്റാണ്ട് കാലം ദീനീ രംഗത്ത് പൊതുവായും അറിവിൻ്റെ വഴിയിൽ പ്രത്യേകമായും ഈ ഉമ്മത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അൻസാർ എന്ന മഹത്തായ സ്ഥാപനം, അതിൻ്റെ വാർഷികത്തിൽ വളരെ സന്തോഷപൂർണമായ ഒരു ഒത്തുകൂടലാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിവ് ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്താണെന്ന് അംഗീകരിക്കാത്തവരായി ആരുമില്ല. ഈ ദീനിൻ്റെ ജീവൻ അറിവാണെന്ന് ഇവിടെ പ്രസംഗിച്ചവരൊക്കെ ഓർമ്മപ്പെടുത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഈ മതത്തിൻ്റെ ജീവൻ അറിവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി വന്ന പണ്ഡിതന്മാർ അതൊരിക്കലും മുറിഞ്ഞു പോവാത്ത പരമ്പരാഗതമായി അന്ത്യനാൾ വരെ ജീവിക്കുന്ന ഉമ്മത്തിന് കൈമാറിപ്പോന്ന അറിവ്, അതത് കാലഘട്ടത്തിന് ആവശ്യമായ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി പാഠ്യപദ്ധതികൾ പരിഷ്കരിപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കാൻ ആവശ്യമായ ആ ജീവൻ, ആ ആത്മാവ് സംരക്ഷിക്കപ്പെട്ടു പോന്നതാണ് ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ അന്തസ്സോടെ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. നമ്മുടെ പിന്നിൽ വരുന്നവർക്കും അതിന് കഴിയണം. അറിവില്ലാത്തവൻ ഏത് കാര്യം ചെയ്താലും അബദ്ധങ്ങളുണ്ടാകും. ഏതൊരു കാര്യവും ചെയ്യുന്നവൻ ആ കാര്യത്തെക്കുറിച്ച് അറിവ് വേണമെന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. കൃഷിയെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്തവൻ ആ തൊഴിലിലേക്ക് തിരിഞ്ഞാൽ അത് പരാജയപ്പെടും. ഏത് മേഖലയാണ്? എല്ലാ അറിവും വിലപ്പെട്ടതാണ്. എല്ലാ അറിവും വിലപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പദ്യമുണ്ട്, അറഫ്തു ശർറ ലാ ലിശ്ശർ വലാകിൻ ലി തവഖീഹി ഫമൻ ലാ യഅരിഫു ശർറ മിനൻ നാസി യഖഉ ഫീഹി. മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാത്തിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അറഫ്തു ശർറ ലാ ലിശ്ശരി, നാശത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു, നാശം ചെയ്യാനല്ല. വലാകിൻ ലി തവഖീഹി,
നാശത്തെ തൊട്ട് എന്നെയും എൻ്റെ സമൂഹത്തെയും സംരക്ഷിക്കാനാണ്. അത് സാധിക്കണമെങ്കിൽ ഇന്നതൊക്കെ നാശങ്ങളാണെന്ന് പഠിച്ചിരിക്കണ്ടേ. ഇന്നത് നാശമാണെന്നറിയാത്തവൻ അതിൽ ചെന്ന് ചാടിക്കളയും. അപ്പൊ ഏത് തരം അറിവും വിലപ്പെട്ടത് തന്നെയാണ്. അറിവിൽ ഭൗതികം അഭൗതികം എന്ന് യഥാർത്ഥത്തിൽ തരംതിരിക്കേണ്ടതില്ല. തരംതിരിക്കപ്പെടുന്നത് അത് നേടുന്നവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നോക്കിയാണ്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ കലാലയങ്ങളിലെ നമ്മുടെ പ്രാസ്ഥാനിക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് മതഭൗതിക സമന്വയം. ഈ മതവും ഭൗതികവും എന്ന് രണ്ട് നിലക്ക് അതിനെ വേർതിരിച്ച് പ്രയോഗിച്ചത് സമൂഹം അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. അതേസമയം നമ്മുടെ കലാലയങ്ങളിൽ അഭ്യസിക്കപ്പെടുന്ന നാം ഭൗതികമെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും മതപരമാണ്. നഹ്വ് എങ്ങനെയാണ് മതപരമാവുന്നത്? ഇൽമുൽ മആനി എങ്ങനെയാണ് മതപരമാവുന്നത്? മന്തിഖും മജാസും അതുപോലെയുള്ള മറ്റു മഅഖൂലാത്തിന്റെ ഫന്നുകളൊക്കെ മതപരമാകുന്നത് മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന ഒരു പണ്ഡിതന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആ സബ്ജക്റ്റൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ജനങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു ആലിമിന് അത് വശമുണ്ടായിരിക്കണം എന്നതുകൊണ്ട് പണ്ഡിതന്മാർ അത് പഠിച്ചു വരുന്നു. ഖുർആനിന്റെയും ഹദീസിന്റെയും അയിമ്മത്തിന്റെ ഇബാറത്തുകളുടെയും അകക്കാൻ പറയണമെങ്കിൽ മഅഖൂലാത്തിന്റെ സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് മാത്രമേ കഴിയൂ എന്നതുകൊണ്ട് അതൊക്കെ ദീനീ വിജ്ഞാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത് പോലെ ആധുനിക സമൂഹത്തെ ഉദ്ധരിക്കാൻ, അവർക്ക് പ്രബോധനം നടത്താൻ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ മൗതികമെന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ അംഗങ്ങളെ ആ വശങ്ങളൊക്കെ പരിചയമുള്ള പണ്ഡിതന്മാർ ഉപദേശിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും അത് ദീനിന് വേണ്ടിയുള്ളതാണ്. പഠിക്കുന്നവന്റെ ലക്ഷ്യം, ഒരാൾ ഖുർആൻ പഠിക്കുന്നു, നന്നായി ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുന്നു. എന്താ അയാളുടെ ഉദ്ദേശം? എനിക്ക് നല്ല ഒരു ഖുർആൻ വ്യാഖ്യാനം എഴുതണം, എന്നിട്ട് 10,000 കോപ്പി അടിച്ച് അത് വിൽപ്പന നടത്തി നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാക്കണം. ഇതിന് ഖുർആനിനെ നന്നായി മനസ്സിലാക്കിയാലേ പറ്റൂ. ഈ ലക്ഷ്യം ഭൗതികമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരാൾ ഖുർആൻ പഠിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഭൗതിക വിദ്യാഭ്യാസമാണ്. നല്ല പ്രഭാഷകനാവണം, നല്ല ലേഖകനും ഗ്രന്ഥകാരനുമാവണം, അതിലൂടെ സമൂഹത്തിൽ നല്ല പേരും നിലവാരവും നേടിയെടുക്കണം, സാമ്പത്തിക ശേഷി ഉയർത്തിക്കൊണ്ടുവരണം, ബിസിനസ് രംഗത്തുയരണം. അതിനാണ് ഈ അറിവുകളൊക്കെ ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അയാളെ ലക്ഷ്യം ഭൗതികമാണ്, അത് അയാളെ ഭൗതിക വിദ്യാഭ്യാസമാണ്. ഒരു പണ്ഡിതൻ അഡ്വക്കേറ്റ് ഭാഗം പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, മറ്റു ദുനിയാവിന് ആവശ്യമായ അറിവിന്റെ ഭാഗങ്ങൾ പഠിക്കുന്നു. ഈ സമൂഹത്തിന് ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരോട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ശൈലിയിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ പഠിച്ച ആ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൊണ്ട് സമൂഹത്തിന് സേവനം ചെയ്യാനും എന്ന നിയ്യത്താകുമ്പോൾ അദ്ദേഹം ആ പഠിച്ച വിജ്ഞാനം മുഴുവനും ദീനി തന്നെയാണ്. അപ്പൊ നമ്മുടെ കലാലയങ്ങൾ, അൻസാർ ഉൾപ്പെടെയുള്ള നമ്മുടെ പണ്ഡിത നേതൃത്വം സംവിധാനിച്ചിട്ടുള്ള ഈ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ കലാലയങ്ങളും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദുമാരും അവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും എല്ലാം
നമ്മൾ ലക്ഷ്യമാക്കേണ്ട നിയ്യത്തിലേക്ക് നോക്കുമ്പോൾ ഉഖറവിയായ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുമാണ് നാം സഹായിക്കുന്നത്. ആ ദീനിയായ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഇൽമിനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അറിവിനെ പലരും നിർവചിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ ഞാൻ പലപ്പോഴായി വിദ്യാഭ്യാസത്തിന്റെ നിർവചനം വയലിത്തറ മൗലവിയുടെ പ്രഭാഷണത്തിൽ ഇടക്കിടക്ക് കേൾക്കാം. വിദ്യാഭ്യാസത്തിന്റെ നിർവചനം പല പുസ്തകങ്ങളിൽ വായിച്ചതും അങ്ങനെ തന്നെയാണ്. എന്താണ് വിദ്യാഭ്യാസം? സംസ്കാരശൂന്യനായ ഒരു കാട്ടാളനെ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയ. വിദ്യാഭ്യാസത്തെ ആധുനിക ലോകം അങ്ങനെയാണ് നിർവചിച്ചത്. മനുഷ്യനൊന്നും അറിയാത്തവനാണെങ്കിൽ അവൻ കാട്ടാളനാണ്, അവന് സംസ്കാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സംസ്കാരശൂന്യനായ ഒരു കാട്ടാളനെ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാക്കുന്ന പ്രക്രിയ. ഈ പ്രക്രിയ പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ സംസ്കാര സമ്പന്നനായ മനുഷ്യനാവുകയും സംസ്കാരശൂന്യനായ കാട്ടാളനാവാതിരിക്കുകയും ചെയ്യുക എപ്പോഴാണ്? ദുനിയാവിയായ അറിവെന്ന് നാം പറയുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഏത് കോണിലൂടെ എത്ര ഉയരത്തിൽ പഠിച്ചാലും ഒരു വ്യക്തിക്ക് കാട്ടാളനാവുക എന്നതിൽ നിന്ന് മാറാൻ കഴിയില്ല. അതിൻ്റെ കൂടെ ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സാധിക്കൂ. ആത്മീയ വിദ്യാഭ്യാസമുള്ളവൻ ഭൗതികമായ അറിവുകൾ അവന് കുറവാണെങ്കിലും ഇല്ലെങ്കിലും അവനിൽ മനുഷ്യത്വം നിലനിൽക്കും. അനീതിക്കെതിരായ ആൾ പോരാടും, നീതിയുടെ പക്ഷത്ത് അദ്ദേഹം അണിനിരക്കും, അസത്യത്തിനെതിരെ അദ്ദേഹം ശബ്ദിക്കും, സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കും. ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ. ആത്മീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഭൗതികതയിൽ മാത്രം ഊന്നിയ ഭൗതിക ലക്ഷ്യത്തെ മാത്രം കണ്ടുകൊണ്ട് പഠിക്കുന്ന ഈ ദുന്യവിയായ ഓരോ മേഖലകൾ സമ്പുഷ്ടമാക്കാൻ ഉപകരിക്കുന്ന അറിവുകൾ അതുമാത്രം ഒരാൾ നേടിയതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ സംസ്കാര സമ്പന്നനാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്റെ ചലനങ്ങളിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന ബോധമുണ്ടാവണ്ടേ? ഞാൻ ഒരിക്കൽ ചോദ്യം ചെയ്യപ്പെടും, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം നൽകേണ്ടി വരും, എന്റെ ചെയ്തികളെ ഹിസാബെടുക്കപ്പെടും, അതിനനുയോജ്യമായ ഒരു ലോകത്തെ എനിക്ക് നേരിടേണ്ടി വരും. അവിടെ ഞാൻ രക്ഷപ്പെടണം. ഈ ബോധമുള്ളവനാണ് വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ചു നോക്കാം. ലോകത്തിന്റെ തന്നെ അഭിമാനമായി പറഞ്ഞു വന്നിരുന്ന അമേരിക്കയിലെ ട്രേഡ് സെന്റർ ഉരുക്കുകോട്ടയാണ്. ഉരുക്കുകൊണ്ടു നിർമ്മിച്ച ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത ആ ട്രേഡ് സെന്ററിൽ, വേൾഡ് ട്രേഡ് സെന്റർ, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സമുച്ചയം, അതിനെ ഒരു സെക്കൻഡ് കൊണ്ട് തീഗോളമാക്കി മാറ്റിയ ആ പ്രവൃത്തി ചെയ്തവർ ആരാണ്? സ്കൂളിൽ പോകാത്തവരാ? സ്കൂളിൽ പോകാത്തവൻ അതിന് സാധിക്കുമോ? ഉന്നത വിദ്യാഭ്യാസം പഠിച്ച് ഭൗതിക ലോകത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിഞ്ഞ വ്യക്തിക്കല്ലാതെ ആ കുറ്റകൃത്യം ചെയ്യാൻ പറ്റുമോ? അവർക്കില്ലാതെ പോയത് എന്താണ്? ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യൻ ചുട്ടരിക്കപ്പെടും, അത് ചെയ്യാൻ പാടില്ല, ഞാൻ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ തമ്മാടിത്തരമാണ് ആ ചെയ്യുന്നതെന്ന ആത്മീയ ബോധം ഇല്ലാത്തത് കൊണ്ടല്ലേ ആ ചെയ്തത്? ലോകത്ത് നടക്കുന്ന ഇതുപോലെയുള്ള ഏതെല്ലാം വലിയ വലിയ തമ്മാടിത്തരങ്ങൾ അഭ്യസ്തവിദ്യർ ചെയ്യുന്നതാണ്. വലിയ വലിയ കൊള്ള, ബാങ്ക് കവർച്ചകൾ, സൈബർ തട്ടിപ്പുകൾ, അങ്ങനെ തുടങ്ങി ലോകത്ത് മനുഷ്യന് ശല്യമായി തീർന്ന ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ ഉപദ്രവങ്ങളുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുണ്ട്.
അതൊക്കെ ഏർപ്പാടാക്കുന്ന ആളുകള് ഭൗതിക വിജ്ഞാനം കുറഞ്ഞവരാണെന്ന് ആരും പറയില്ല. അവർക്ക് കുറഞ്ഞുപോയത് ഒരു സൃഷ്ടാവിനെ കുറിച്ചും വരാൻ പോകുന്ന ഒരു ഭൗതിക ലോകത്തെ ജീവിതത്തെക്കുറിച്ചും അവിടെ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം ചെയ്യലിനെ കുറിച്ചും ഉള്ള ബോധക്കുറവാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും വ്യക്തമായി മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നമുക്കുണ്ടാവണം. ആ പണ്ഡിതന്മാർക്ക് ഏത് തലം വരെ എത്തിയ മനുഷ്യനെയും അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങൾ നല്ല നിലയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമുണ്ടാവില്ല. ആരോടും പ്രബോധനം നടത്താൻ അവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനാണ് അത് ദീനിന്റെ ദഅവത്താണ്. അറിവ് കൊണ്ട് രണ്ട് ഉത്തരവാദിത്വം വിവരമുള്ളവർക്ക് ചെയ്യാനുണ്ട്. രണ്ട് ഉത്തരവാദിത്വം. ആ രണ്ട് ഉത്തരവാദിത്വവും നിർവഹിക്കപ്പെടാൻ അറിവ് വേണം. ഏതാണ്? ഒന്ന് ഈ പറഞ്ഞ ദഅവത്ത് തന്നെയാണ്. അല്ലാഹുവിന്റെ ദീനിനെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആ ദീനിനെ കുറിച്ച് ഇൽമു വേണ്ടേ? ഇൽമുണ്ടാവണം. നേരത്തെ വണ്ടൂർ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയല്ലോ, ഓരോ നബിമാരും വന്ന കാലഘട്ടം. ആ നബിയുടെ കാലം അവസാനിക്കുന്നതോടെ ആ ഉമ്മത്തിന്റെ കാലം തീരുന്നു, മറ്റൊരു നബി വരുന്നു. നമ്മൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാർ വളരെ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള വിഭാഗമാണ് ബനു ഇസ്രായേൽ. എത്ര നബിമാരാ ബനു ഇസ്രായേലിൽ വന്നിട്ടുള്ളത്? യാക്കൂബ് നബി അലൈഹിസ്സലാമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആള്. സ്വന്തം ജ്യേഷ്ഠന്റെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ജന്മനാട്ടിൽ നിന്നാൽ സാധ്യമല്ലെന്ന മാതാവിന്റെ ഉപദേശം, നീ അവിടെ ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിൽ പോയി ജ്യേഷ്ഠന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടണം, എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് ഐസ് എന്ന സഹോദരന്റെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാതാവ് നടത്തിയ ഉപദേശത്തിന്റെ പേരിൽ പാതിരാ സമയത്ത് നജറാനിലേക്ക് തന്റെ അമ്മാവന്മാരുടെ അടുത്തേക്ക് പാതിരാ സമയത്ത് ആരും കാണാതെ രാപ്രയാണം നടത്തിയതിന്റെ പേരിൽ വന്ന പേരാണ് ഇസ്രായേൽ എന്ന പേര്, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്. ആ ഇസ്രായേൽ എന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരകളെയാണ് ബനു ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. യാക്കൂബ് നബിക്ക് ശേഷം വന്ന ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ നബിമാരും വന്നത് ബനു ഇസ്രായേലില്ല. എന്നിട്ട് അവരുടെ സ്ഥിതി എന്താ? നബിമാരുടെ സാന്നിധ്യം കൊണ്ട് ഒരു ഉമ്മത്ത് നന്നാകുമെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല ജനത ബനു ഇസ്രായേലിലാവണം. എന്നാ ബനു ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞേ? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം. ബനു ഇസ്രായേലിൽ വന്ന പ്രഗൽഭരായ രണ്ട് പ്രവാചകന്മാരുടെ നാവിലൂടെ ബനു ഇസ്രായേലിയർക്ക് ശാപം വന്നിരിക്കുന്നു. എന്താണ് ആ ശാപത്തിന് കാരണം? അവിടെ ശേഷം പറയുന്നുണ്ട്, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. ആ ജനത എന്ത് വേണ്ടാത്തരം ചെയ്താലും അവരോട് അരുതേ എന്ന് പറയുന്ന പ്രബോധനത്തിന്റെ വശം അവരുടെ പണ്ഡിതന്മാർ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അത് ചെയ്താൽ അവർക്ക് പലതും നഷ്ടപ്പെടും, പലരെയും വെറുപ്പിക്കേണ്ടി വരും. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമാകുമോ? ഈ പേടി, വിവരമില്ലാത്തവൻ കാദിയാകാൻ പാടില്ല എന്ന് പറയാൻ നമുക്കൊരു പേടിയില്ല. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടും പറയാൻ പേടിച്ചു നിൽക്കുന്നൊരു വിഭാഗം അവിടെ ഉണ്ട്, ബനു ഇസ്രായേലിന്റെ ബാക്കിക്കാര് അല്ലേ? വിവരമില്ലാത്തവനെ കാദിയാക്കൽ ഹറാമാണ്, ആക്കിയോൻ കുറ്റകൃത്യം ചെയ്തു, ഏറ്റെടുത്ത കാദിക്കും അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ദീനിന്റെ ഇൽമുണ്ടാവണം കാദിപ്പണി എടുക്കണമെങ്കിൽ. ശരിക്ക് കാദിയാണെങ്കിൽ മുജ്തഹിദാവണം. അതിപ്പോ ഒന്നും കിട്ടൂല. നാ മുജ്തഹിദീങ്ങൾ പറഞ്ഞു വെച്ചത് അറിയണ്ടേ, അല്ലാതെ എങ്ങനെ കാദിയാവുക? ഇത് തെറ്റാണെന്ന് പറയാൻ എത്ര വലിയ ഹോജയാണെങ്കിലും ശരി, ചെയ്തത് തെറ്റാണ്
ഇത് പറയാൻ മടിച്ചിരുന്നു എന്നതാ ബനു ഇസ്രായേലിയർ. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. ജനങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെ അത് തെറ്റാണ്, ചെയ്യല്ലേ എന്ന് പറയുമായിരുന്നില്ല അവർ. ഒരു നബിയുടെ കാലത്തും പറഞ്ഞിട്ടില്ല. ബനു ഇസ്രായേലിൽ വന്ന എല്ലാ നബിമാരെ കുറിച്ചാ പറഞ്ഞത്, നബിമാരെ പറ്റിയല്ല, അവരെ ജനതയെ കുറിച്ച്. എന്നാൽ നമ്മളെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നല്ല സമൂഹമാണ്, നിങ്ങൾ ഈ ലോകത്ത് വന്ന നല്ല ഉമ്മത്താണ്. എന്താ നിങ്ങളെ നന്മ? തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ അംറും ബിൽ മഅറൂഫ് നടത്തും, പ്രബോധനം നടത്തും. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യം നിഷിദ്ധമാണെന്ന് പറയും, ആളുകളോട് പറയും. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ ഉത്തമ സമൂഹമാണ്. ഇവിടെ ഒരു നബിക്ക് ഗ്യാപ്പില്ല എന്നർത്ഥം. നബി വന്നപ്പോ എന്താ നബി ചെയ്യാ? ഒരു നബി ഇപ്പോൾ വന്നു നോക്കാം, മൂപ്പർക്ക് എന്താ പണി? ഖുതുബ അറബി തന്നെ വേണ്ടത് എന്ന് പറയല്ലേ? അതിനിവിടെ എത്ര ആളുണ്ട്? സാധാരണക്കാരനെ വരെ ബോധ്യപ്പെട്ടിട്ടില്ലേ കയ്യെവിടെ കെട്ടേണ്ടതെന്നും എത്ര റക്അത്താ തറാവീഹ് വേണ്ടതെന്നും മിമ്പറുമ്മൽ വാള് വേണോ വേണ്ടേ എന്നും എവിടെയൊക്കെ നിങ്ങൾക്ക് ആശങ്കകളുണ്ടോ ആ ആശങ്കകളൊക്കെ അകറ്റാൻ, ആശങ്ക ഉണ്ടാക്കാനും ഇവിടെ ആളുണ്ട്, ഉണ്ടാക്കിയ അപ്പൊ തന്നെ പിടികൂടാനും ആളുണ്ട്. നബി വന്നാൽ ഉണ്ടാതിരിക്കേണ്ടി വരും, പണിയില്ല. അതുകൊണ്ട് തന്നെയാണ് മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. എപ്പോഴാ അവസാനത്തെ പ്രവാചകനാവുക? ഒരു പ്രവാചകന്റെ ആവശ്യം പിന്നീട് സമൂഹത്തിനില്ല. ലോകത്തെവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടേക്കൊക്കെ ഇസ്ലാമിന്റെ ദൗത്യം, സന്ദേശം എത്തിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും 1-ാം നൂറ്റാണ്ട് മുതൽക്കേണ്ട്. ഈ ഉമ്മത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം പണ്ഡിതരായ അവിടുത്തെ സഹാബാക്കൾ എല്ലാ രാജ്യത്തേക്കും അവർ സ്പ്ലിറ്റ് ആയി പോയിട്ടില്ലേ? പ്രബോധനം നടത്തിയിട്ടില്ലേ? സഹാബാക്കളെത്താത്ത, താബിയുകളും താബികളും എത്താത്ത ലോകത്തിന്റെ ഭാഗങ്ങൾ വളരെ കുറവാണ്. എല്ലായിടത്തും സന്ദേശം എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് അവസാന ഉമ്മത്താണ്. ഈ ഉമ്മത്തിന്റെ ഒരു ഉത്തരവാദിത്വം ദഅവത്താണ്. ദഅവത്ത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുകൊണ്ടൊരു നബി ഇവിടെ ആവശ്യമില്ല, അതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഇൽമ് വേണം. ആ ഇൽമ് എങ്ങനെ കിട്ടണം? ആ ഇൽമ് പരമ്പരാഗതമായി ഉസ്താദുമാരിൽ നിന്ന്, ഗുരുവര്യന്മാരിൽ നിന്ന് കൈമാറി ഒരു മാറ്റങ്ങളുമില്ലാതെ ഇന്നോളം വന്ന ഇൽമ്, ഈ ഉമ്മത്തിന്റെ നന്മക്ക് ആവശ്യമായ ഇൽമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഹദീസുകളാവുന്ന നബിവചനങ്ങൾ പൂർണ്ണമായും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ജീവിതം മുഴുവനും ഖിയാമത്ത് നാൾ വരെ ഉള്ള ഉമ്മത്തിന് ആവശ്യമായതൊക്കെ ഹദീസ് കൈവശം കിട്ടിയവർ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. 10 ലക്ഷവും 12 ലക്ഷവും 15 ലക്ഷവും ഒക്കെ ഹദീസ്, 15 ലക്ഷം ഹദീസ് പഠിച്ചിരുന്ന ആൾ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ലോകത്തെ ഏറ്റവും വലിയ മദ്ഹബിന്റെ നേതാവ്. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഹനഫികളാണ്. ഇമാമുൽ അഅ്ലം എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത്. തൊട്ടടുത്ത് ഷാഫി മദ്ഹബുകാരാണ്. 4 മദ്ഹബിന്റെയും ഇമാമുകൾ. അവർക്കൊക്കെ 10 ലക്ഷത്തോളം വരുന്ന ഹദീസുകൾ കിട്ടിയെങ്കിലും നമുക്കിന്ന് നമ്മുടെ മുമ്പിൽ 1 ലക്ഷത്തിൽ താഴെ ഹദീസെ റിക്കാർഡിക്കലായി കിട്ടുകയുള്ളൂ. എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ടച്ച് ചെയ്ത മുഴുവൻ അറിവുകളും സഹിയായ എല്ലാ ഫന്നിലും സഹിയായ റിപ്പോർട്ടുകളോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഇൽമ് നമുക്ക് വന്നത് പാരമ്പര്യത്തിലൂടെയാണ്. പാരമ്പര്യം കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ സാധ്യമേ അല്ല. പാരമ്പര്യം വലിയ വിഷയമാണ്. പാരമ്പര്യത്തെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അത് തന്നെയാണ് ഖുർആൻ എന്ന് എങ്ങനെ പറയും? നമ്മുടെ കയ്യിലുള്ള ഹദീസ് അത് തന്നെയാണ് ഹദീസുകൾ എന്ന് എങ്ങനെ പറയും? അത് പറയണമെങ്കിൽ നാം സഹാബത്തിനെ ഒന്നടങ്കം വിശ്വസിച്ചിരിക്കണം, താബിഈങ്ങളെ വിശ്വസിച്ചിരിക്കണം,
താബിഈങ്ങളെ വിശ്വസിച്ചിരിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഓരോ തലമുറയിലും ഇവിടെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഓരോ നൂറ്റാണ്ടുകാരെയും ഇടയ്ക്കൊരു നൂറ്റാണ്ടുകാർ പിഴച്ചുപോയിരിക്കുന്നു ഈ ഉമ്മത്തിലെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ളതിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ ഇവിടെ ഒരു കിതാബും കൊടുത്തിട്ടില്ല, ഒരു പുസ്തകവും ഏൽപ്പിച്ചിട്ടില്ല. തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ പേച്ചു പോകാതിരിക്കാൻ രണ്ട് സാധനം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്, ഒന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഈ ഹദീസിനെ ആധുനിക മൗലവിമാർ അവതരിപ്പിക്കുന്നത് കേട്ടാൽ തോന്നും എന്തെന്നറിയോ, വലിയ രണ്ട് ഗ്രന്ഥം ബൈൻഡ് ചെയ്ത് സഹാബാക്കളിൽ ആരുടെയോ കയ്യിൽ അള്ളാന്റെ റസൂൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. പരിശുദ്ധ ഖുർആൻ പോലും മുസ്ഹഫാക്കപ്പെട്ടിട്ടില്ല. ഒറ്റ ഹദീസും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഒരു ഹദീസിന്റെ ഗ്രന്ഥവുമില്ല. ഒന്നാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലല്ലേ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം ഖുർആൻ മനപ്പാഠം പഠിച്ചിരുന്ന അക്കാലത്തുള്ളവർ അവരുടേതായ കോപ്പികൾ എഴുതി വെക്കാൻ ആ നിർദ്ദേശത്തെ ആദ്യഘട്ടത്തിലൊക്കെ ഖലീഫ വിസമ്മതിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ള ചെയ്യാത്ത പണിയാണ്. പിന്നെ വീണ്ടും 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 ആലോചന നടത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിൽ ശരിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ഹാഫിളീങ്ങളായ ആളുകളൊക്കെ അവരവരുടെ ഹിഫ്ദിലെ കോപ്പി റിക്കാർഡാക്കി വെക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടത്. അപ്പൊ റസൂലുള്ള പോകുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഖുർആൻ എന്ന കിതാബില്ല. ഹദീസ് ഉണ്ടോ? ഗ്രന്ഥമുണ്ടോ? ഹിജ്റ 90 ജനിച്ച ഇമാം ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജനിക്കുന്നത് 90-ലാണ്. അദ്ദേഹം ജനിച്ചിട്ട് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം അദ്ദേഹം വളർന്ന് വലുതായി വലിയ പണ്ഡിതനായ ശേഷം ഹദീസുകൾ ക്രോഡീകരിക്കുക, എല്ലാം ഒരിടത്ത് കേന്ദ്രീകരിക്കുക എന്ന ആദ്യപടി ചെയ്ത ആള് ഇബ്നു ശിഹാബ് സുഹരി തങ്ങളാണ്. അദ്ദേഹവും അത് കിതാബാക്കിയിട്ടില്ല, എല്ലാം എഴുതി കൂമ്പാരമാക്കി വെച്ചു. അതിൽ നിന്നും പെറുക്കിയെടുത്ത് ലോകത്ത് ആദ്യമായി ഹദീസിന്റെ ഒരു കിതാബ് രചിച്ച ആൾ രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്തയാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലെ ചരിത്ര യാഥാർത്ഥ്യങ്ങളല്ലേ? എന്നിരിക്കെ ഞാൻ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും ഏൽപ്പിച്ചു എന്ന ഏൽപ്പനയുടെ അർത്ഥം എന്താ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാഠങ്ങളെ, ആശയങ്ങളെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് സഹാബാക്കളെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുത്ത ജീവിതത്തിന്റെ ഒരു സമൂഹത്തെ നിങ്ങളെ മുമ്പിൽ തന്നിരിക്കുന്നു. നബിയുള്ള കാലത്തൊരു പ്രശ്നം വന്നാൽ ചോദ്യം നബിയോടാണ്, പറയുന്ന ഉത്തരം അതിന്റെ ഉത്തരം തന്നെയാണ്. തങ്ങളെ കാലശേഷം ഇനിയൊരു പ്രശ്നം വന്നാൽ ചോദിക്കേണ്ടത് ഈ സഹാബത്തിനോടാണ് എന്നല്ലാതെ നബി ഏൽപ്പിച്ച ബുക്ക് മറിച്ചോക്കലല്ല. ഈ യാഥാർത്ഥ്യം ആർക്കാ അറിയാത്തത്? അതുകൊണ്ട് പാരമ്പര്യത്തിലൂടെ കിട്ടി വന്നതാണ് നമ്മുടെ ഇൽമും സംസ്കാരം ഒക്കെ. ആ പാരമ്പര്യത്തിലൂടെ നടത്തി വന്ന ദഅവത്ത്, ഇത് ഇൽമിന്റെ ഒരു കടമയാണ്. ഇനി ഇൽമു കൊണ്ട് മറ്റൊരു കടമയുണ്ട്. അതെന്താ? അത് ദിഫാണ്. ദിഫാ എന്ന് പറഞ്ഞാൽ പ്രതിരോധം. പ്രതിരോധം രണ്ട് തരത്തിലുണ്ട്. ശത്രുവിനെ നേരിടുക എന്നതാണ് പ്രതിരോധം. ശത്രുവിനെ ആയുധം കൊണ്ട് നേരിടേണ്ടി വരും. അതിന് പണ്ഡിതനാവൊന്നും വേണ്ട, അതിന് കായിക വിജ്ഞാനാണ് വേണ്ടത്. കായിക ബലം വേണം, കായികാഭ്യാസം വേണം. അതാവശ്യമുള്ളപ്പോൾ ചെയ്യാം. ഉദീനലില്ലദീന യുഖാതലൂന, നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന ആളുകളോട് തിരിച്ചടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു എന്ന ആദ്യത്തെ കൽപ്പന അത് ഇസ്ലാമിക ഗവൺമെന്റ് വന്നപ്പോൾ ഉണ്ടായതാണ്. ആ പ്രതിരോധം ആവശ്യമുള്ളിടത്ത് നടന്നിട്ടുണ്ട്. അത് ഇൽമു കൊണ്ടല്ല. എന്നാ ഇൽമു കൊണ്ടുള്ള പ്രതിരോധം എന്താണ്? മന്ദമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്.
ഉമ്മത്തിൽ ഫസാദ് തുടങ്ങിയാൽ, ഉമ്മത്തിൽ ഫസാദ് വന്നു. ഉമ്മത്തിലെ ഫസാദ് എന്താ? ദീനിയായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വൈകല്യങ്ങൾ ആവശ്യപ്പെട്ട് വികലപ്പെടുത്തിക്കൊണ്ട് ആവശ്യക്കാർ കടന്നു വരുമ്പോ അത് ഈ ഉമ്മത്തിന്റെ ഫസാദാണ്. മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്ന ഏതെങ്കിലും ഒരാചാര അനുഷ്ഠാനങ്ങളിൽ മാറ്റം ആവശ്യപ്പെടൽ അത് ഉമ്മത്തിലെ ഫസാദാണ്. മുസ്ലിങ്ങളെ ജുമുഅ ശനിയാഴ്ചയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ആഗോള തലത്തിൽ എല്ലായിടത്തും ഹോളിഡേ ഞായറാഴ്ചയാണ്. ഒരു ഐക്യം വേണ്ടേ? ഒരുമ വേണ്ടേ? ആഴ്ചയിൽ ഒരിക്കൽ കൂടിയാ പോരെ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ ഒരുപാട് ന്യായങ്ങൾ കാണും. പക്ഷേ സമ്മതിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് വെള്ളിയാഴ്ച തന്നെ നടക്കണം. എന്നാ അത് ഇശാക്കാക്കിക്കൂടെ? മഗ്രിബിനാക്കിക്കൂടെ? അസറിനാക്കിക്കൂടെ? ആ കൂടൽ പറ്റുമോ? പറ്റില്ല. അത് വെള്ളിയാഴ്ച തന്നെ ആവണം, ളുഹറിന്റെ വക്ത് തന്നെ ആവണം. അതൊരു വലിയ സംഗതി. ഇനി അതുമ്മലുള്ള ചെറിയ ചെറിയ എന്തെല്ലാം തർക്കങ്ങൾ, ഇതൊക്കെ ഉമ്മത്തിന്റെ ഫസാദാ. ഈ ഫസാദ് വരുമ്പോൾ മന്ദമസ്സക ബിസുന്നത്തി, യഥാർത്ഥ സുന്നത്തിന് വേണ്ടി മുറുക്കി പിടിച്ചവൻ ഫലഹു അജ്റു മിഅത്തി ശഹീദ്, ആ പ്രതിരോധത്തിന് 100 വട്ടം ബദരീങ്ങളായ കൂലിയാണ്. ആയുധം കൊണ്ടുള്ള ഒരു പ്രതിരോധം, അതിലൂടെ ഒരാൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ നേട്ടം രക്തസാക്ഷിത്വമാണ്. അല്ലേ? ബദരീങ്ങളോട് അള്ളാഹു ചോദിച്ചു, നിങ്ങളെ ത്യാഗത്തിന് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ പ്രത്യുപകാരത്തിൽ നിങ്ങൾ തൃപ്തരാണോ? കിട്ടിയത് മുതലായോ? 100 വട്ടം സംതൃപ്തരാണ്. എന്തായി നിങ്ങൾ ആവശ്യം? പടച്ചവനെ, ഇനിയും ഒരു തവണ ഭൂമിയിലേക്ക് തിരിച്ചയച്ച് ഒരിക്കൽ കൂടി ഷഹീദാവാൻ, പിന്നെയും അയച്ച് വീണ്ടും ഷഹീദാവാൻ, ഇങ്ങനെ 100 വട്ടം ഷഹാദത്തിന് അവസരം തരുമോ? ഞങ്ങൾക്കിഷ്ടം അതാണ് എന്ന് ബദരീങ്ങൾ കൊതിച്ചാഗ്രഹിച്ച ആ നിലവാരം അതാർക്കാ ഓഫർ ചെയ്തത്? മന്ദമസ്സക ബിസുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി. ഉമ്മത്തിൽ ആശയപരമായ ഫസാദുകൾ വരുമ്പോൾ സുന്നത്തിന്റെ യഥാർത്ഥത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നവൻ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 വട്ടം രക്തസാക്ഷിത്വം വരിച്ച പ്രതിഫലമാണ്. ആ പ്രതിഫലം അത് ഇൽമു കൊണ്ട് നടത്തുന്ന ദിഫാ ആണ്. അത് എഴുത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ദർസ് പഠിപ്പിക്കൊണ്ടും ഇൽമ പ്രചരിപ്പിച്ചുകൊണ്ടും സമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആ ആശയം തെറ്റാണ്, അത് പാടില്ലാത്തതാണ്, അത് അപകടകരമാണ്. ഈ പല നയിക്കാൻ 100 ഷഹാദത്ത് വേണം. 100 വട്ടം ഷഹാദത്ത് കിട്ടിയെങ്കിൽ മാത്രമേ അത് മുതലാവുകയുള്ളൂ. അല്ലേ? ബദരീങ്ങള് 3 ദിവസം യുദ്ധം ചെയ്തത്. നമ്മളിത് 15-ാം വയസ്സ് തുടങ്ങിയാണ് ഈ യുദ്ധം. വയസ്സ് 70ആയി. അല്ലാഹു ഇനിയും ആരോഗ്യത്തോടെ നീട്ടിത്തരട്ടെ. എത്ര തന്നാലും ഈ ജിഹാദ് തുടരണം. അപ്പൊ 100 ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അത് ദഅവത്തിന്റെ ഒപ്പം വെക്കേണ്ടുന്ന ദിഫാ, പ്രതിരോധം. ആ പ്രതിരോധമാണ് ഈ ഉമ്മത്തിന്റെ മറ്റൊരു ബാധ്യത. നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സംഘടനകളും നമ്മുടെ എല്ലാ ക്യാമ്പസുകളും നിർവഹിച്ചു വരുന്ന ദൗത്യം ദഅവത്തും ദിഫാഉം എന്ന വിജ്ഞാനം കൊണ്ട് ചെയ്തു വരുന്ന ഈ 2 ഉത്തരവാദിത്തങ്ങളാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ ഈ ഉമ്മത്തിന് ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് അൻസാർ അനുസ്മരിക്കപ്പെടേണ്ടവരൊക്കെ ഇവിടെ അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരു വട്ടമെങ്കിലും നാവുകൊണ്ട് പറയാതെ, വാപ്പുസ്താദിനെ ഓർക്കാതെ അൻസാറിന്റെ മുറ്റത്ത് കാലുകുത്താൻ ഒരാൾക്കും കഴിയില്ല. എൻ്റെ വലിയ ഗുരുവാണ്. അല്ലാഹു അവിടുത്തെ ഒക്കെ മദദ് കൊണ്ട് നമ്മുടെ പ്രവർത്തനം അല്ലാഹു നന്നാക്കി തരട്ടെ. ആ ഗുരുവര്യന്മാരുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ ഇഷ്ടപ്പെട്ട ശിഷ്യഗണങ്ങളിൽ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടുത്തെ ആത്മാവിലേക്ക് എല്ലാവിധ സന്തോഷങ്ങളും നമ്മുടെ ഈ സദസ്സ് കാണുമ്പോൾ ഉണ്ടാവും. തീർച്ചയാണ്. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഉസ്താദിനെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് അവിടെ നിന്നൊക്കെ ആഗ്രഹിച്ച പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രവർത്തനം ദഅവത്തിലും ദിഫായിലും ഇതിന്റെ ശത്രുക്കൾക്കെതിരിൽ ഏതെല്ലാം തരത്തിലുള്ള ആശയങ്ങളാ പൊന്തി വരുന്നത്, എല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാ വരുന്നത്,
ഖുർആനെ കുറിച്ച് ആക്ഷേപം, റസൂലുള്ളാഹിനെ കുറിച്ച് ആക്ഷേപം, അള്ളാഹിനെ കുറിച്ച് ആക്ഷേപം, പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപം, പൂർവികരെ കുറിച്ച് ആക്ഷേപം, എന്ത് ആര് പറഞ്ഞാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ഇൽമു വേണം. അതാണ് ഈ കലാലയങ്ങളിൽ നടക്കുന്നത്, അതാണ് ഇവിടെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചേരുമെന്ന ആ ഉറച്ച പ്രതിജ്ഞയോടെ ഈ സ്ഥാപനത്തെ ഇനിയും ഉയർത്തിക്കൊണ്ടുപോകാൻ റഹ്മാനായ തമ്പുരാൻ നമുക്ക് അനുകൂല സാഹചര്യങ്ങളെ വളർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.